എന്റെ ശപഥപ്പടി ഇന്ന് 101 ദിവസമാണ്. അതെ, ഇന്ന് കാളികാവ് ക്ഷേത്രനടയിൽ എന്റെ ഗുരുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ കുടികൊണ്ടുവരുന്ന വീരന്മാരെത്തും. തുണയുണ്ടെങ്കിൽ വരട്ടെ. നന്നായി പൊരുതണം, ഒന്നും മറക്കരുത്. മറക്കാനല്ല ഗുരുവേ ഞാൻ പഠിച്ചത്. ഓങ്കാര ശബ്ദം മുതൽ എനിക്ക് ഒതിക്കുന്ന എല്ലാ വിദ്യകളും അണുവിട കൂടാതെ തെറ്റുകൂടാതെ ഞാൻ ചെയ്യും. തോൽവിയോട് അടുക്കുമ്പോൾ ശത്രുക്കൾ പരിഹസിച്ച് മനസ്സ് പതറിക്കാൻ നോക്കും. എല്ലാത്തിനും മുൻപ് പളുങ്കൻ പഠിച്ചത് ആപത്തിൽ മനസ്സുറച്ചു നിൽക്കാനാണ്. പതറാത്ത മനസ്സിന്റെ മുമ്പിൽ ആകാശം വിടിഞ്ഞു വീണാലും നിൽക്കും എന്ന് വിരൽ ചൂണ്ടിയാൽ അതവിടെ നിൽക്കും. കൊല്ലാം കാവിലമ്മേ, എനിക്ക് കനിഞ്ഞു തന്ന ഈ പോരാളിക്ക് ഒരാപത്തും വരുത്തരുതേ. മരിച്ചുപോയ ആരോ മത്സ്യകരുടെ മേനിഴകൊണ്ടല്ലോ. ഇവൻ തന്നെയാണോ ആ മരമട്ടി? അതെ, കുപ്പയിൽ കിടന്ന കനകക്കട്ട. നാട്ടാരെ, എന്റെ ശബ്ദപ്പടി 101 ദിവസം ഇതാ എന്റെ മരം വെട്ടിയെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നു. എന്റെ സ്വയംവരത്തിന് ഏർപ്പെടുത്തിയ 4 കാര്യങ്ങളും ചെയ്യാൻ കരുത്തുള്ളോൺ. പണ്ട് വില്ലെടുത്ത് നടുവൊടിഞ്ഞു ഓടിയ വീരന്മാരെ നിങ്ങൾ നോക്കിക്കൊള്ളേൻ. ഇന്നലെ വരെ മരം വെട്ടി നടന്ന കാടൻ പളുങ്കനല്ല ഇവൻ. ഇവനെ നാം ദുർഗാദാസൻ എന്ന് പേര് വിളിക്കുന്നു. നാട്ടാരെ, ജാതിയും തൊഴിലും ചൊല്ലി ആക്ഷേപിച്ച കയ്യന്മാരെ, എനിക്ക് പുടവ തരാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ജയിച്ചു വരാതെ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ അന്തി ഉറങ്ങില്ല. കാവിൽ അമ്മയാണ് സത്യം. എനിക്കുണ്ട നടുവിലിരിക്കും കരിമ്പൂതത്തോട് ഏറ്റുമുട്ടി എനിക്കുള്ള താലിയും പുടവയും എടുത്തോണ്ട് വരും. പഴയ മരം വെട്ടി തന്നെയാണ്. എനിക്കും അത് തന്നെയാണ് സംശയം. വരട്ടെ പാഞ്ഞ നോക്കാം. നമ്മൾ വല്ല കിനാവും കാണുകയാണോ? ആ ഇബിലീസിനെ അവൻ കൊന്നോ? ഒന്നു നാട്ടാരെ, മൂന്നാമത്തെ മത്സരപ്പടി ഇതാ എന്റെ പുരുഷൻ
കാവിലിരിക്കും കരിനാഗങ്ങളെ പാടി വരുത്താൻ പോകുന്നു. നിൽക്കേ, രാവിലെ സന്ധ്യാപൂജ കഴിഞ്ഞിട്ട് തുടങ്ങാം. ചന്തു, എന്തിന് കരിമ്പോത്തിനെ പോലെ നോക്കുന്നു? അശ്വങ്ങൾ പുറപ്പെടുവാൻ സമയമായി. ഈ ക്ഷേത്രക്കൊടി മുകളിലെത്തുമ്പോൾ കതിരാവെടികൾ മുഴങ്ങും. സ്വയംവരത്തിനുള്ള എല്ലാ മത്സരങ്ങളിലും ഇവൻ ഒന്നാമനായി ജയിച്ചു കഴിഞ്ഞു. തീർന്നിട്ടില്ല. ഈ മരം വെട്ടിയുടെ വാളിന്റെ ഊറ്റം നോക്കി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും. കുറച്ച് ഒരു മരം വെട്ടിയോട് തോൽക്കി. നിങ്ങളൊരു കാര്യം ചെയ്യും, അവന്റെ മനസ്സ് പതറിക്കാനായി വായിൽ വരുന്നൊക്കെ വിളിച്ച് പറയും. മരം വെട്ടി കാരാമതീനി മല അണ്ണാൻ മല വേറെ. ക്ഷമിക്കിൻ. ഒളിച്ചിരുന്ന് ഓലിയിടുന്ന ഊളന്മാരോടല്ല നമ്മൾ പൊരുതേണ്ടത്. നാട്ടാരെ, ആക്ഷേപം കേട്ടില്ലയോ? മരം വെട്ടി കാട്ടുപറയൻ. കുടുംബത്തിലെ നെയ്യും ചോറും തിന്ന് കുംഭവീർത്ത പണിയെടുക്കാത്ത അനങ്ങാ പാറകളെ. കൊല്ലപ്പണിക്കൻ പണിഞ്ഞു തന്ന വാളിന്റെ ഊറ്റവും കാണിച്ചു നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, വാൾമുന കൊണ്ട് തുള്ളി ചോര പൊടിഞ്ഞാൽ പൊറുക്കണമെങ്കിൽ പറയൻ പറിച്ചുകൊണ്ടുവരുന്ന പച്ച മരുന്ന് വേണ്ടേ? ചൊല്ലിൻ. നിന്റെ നാക്കി ഞാൻ അറിഞ്ഞോളയും. എന്തിന് കലികേറുന്നു? നാടുവാഴും തമ്പുരാനെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഭദ്രകാളിന്റെ അനുഗ്രഹം കിട്ടിയ കാളിദാസൻ ആര്? പറയനോ തമ്പുരാനോ? ചൊല്ലിൻ. ചിദംബരനാഥന്റെ ദർശനം കിട്ടിയ നന്ദനാർ ആരെന്ന് ചൊല്ലിൻ. പറയനോ തമ്പുരാനോ? ഭക്തപാക്കനാർ പറയനല്ലേ? ചൊല്ലിൻ. എന്തിനേറെ പറയണം? ഈ മലനാട്ടിന്റെ മക്കളെല്ലാം പറയപ്പെട്ട പന്തിരി കുളത്തിന്നുണ്ടായതല്ലേ? അടച്ചോനെ, ഈ അമ്മക്ക് എന്താണ് ഈ പറയുന്നത്? നമ്മളെല്ലാം പറച്ചിന്റെ മക്കളാണെന്നാ. മിണ്ടാതിരിക്കും. എന്താ ഉത്തരമില്ലേ? ഇതാ പൊന്നി വീണ്ടും ചൊല്ലണ്. ഈ മലനാട്ടിൽ ഏതേലും ഒരു പോരാളി ഉണ്ടെങ്കിൽ വരിൻ, ചുരികയും പരിചയും എടുക്കിൻ. പയ്യന്മാർക്ക് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ വരിൻ.
പേടിച്ച് പവറി ഓടുന്ന പീലക്കുട്ടികളെ നിൽക്കണ. ഈ മലനാട്ടിൽ പാണനെന്നോ പറയനെന്നോ പറഞ്ഞ് ആക്ഷേപിച്ചാൽ അവന്റെ തല കാണില്ല. ഓർമ്മയിരിക്കട്ടെ. പൊറുക്കണം കുട്ടിയമ്മ. നമ്മുടെ വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നീ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി മേലിൽ വേണ്ട. ചന്തുവേട്ടന്റെ ഗുണവും ദോഷവും ഇനി എനിക്ക് ആവശ്യമില്ല. 101 രാവുകൾ മറ്റൊരു പെണ്ണിന് വേണ്ടി. പൊറുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? മേലെല്ലാം വല്ലാണ്ട് വേദനിക്കണം. ഈ ചോരയെല്ലാം ഒന്ന് ഒപ്പിത്തറി. ഇത് ചോരയല്ല, പൊന്നിയമ്മയുടെ തുപ്പൽ കോളാമ്പിക്കുള്ള ഏറാണ്. ഇത് തുടയ്ക്കേണ്ടത് ഞാനല്ല. ഞാൻ കൊല്ല്, എന്നെ കൊല്ല്, കൊല്ല. ഇറങ്ങി പോവന്റെ മുമ്പിൽ പോകാം, പോകാം. എടി അമുക്കളെ, പുരുഷന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചോൻ പെണ്ണുങ്ങളെ പടച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല. നമുക്ക് തോന്നുമ്പോ കിട്ടും, തോന്നുമ്പോ അഴിക്കും. അപ്പൊ ഞമ്മളൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളെ പോലെ തുടങ്ങിയാലോ? ഞമ്മക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെ കാണുമ്പോ പോവും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ കാര്യം നിങ്ങൾ സമ്മതിച്ച. പോകുമല്ലേ? നമ്മുടെ മുഖത്തല്ലാതെ അന്യ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കിപ്പോയാൽ എല്ലാത്തിനും ഞാൻ മയ്യത്താക്കളെ.